തുടങ്ങുന്നതിന് മുമ്പ് അല്പസമയം സംസാരിക്കുള്ളൂ. അതിന് മുമ്പ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും മഹാന്മാരായ അഹ്ലു ബൈത്തിൻ്റെ പേരിലും മഹാന്മാരായ സ്വഹാബത്തിൻ്റെ പേരിലും മഹാന്മാരായ ഔലിയാക്കന്മാർ റഹ്മത്തുൽ കിറാമിൻ്റെ പേരിലും ശുഹദാക്കന്മാരുടെ പേരിലും വിശിഷ്യ ബഹുമാനപ്പെട്ട ഖുത്ബുർ റബ്ബാനി വൽ ഗൗസുൽ ആലമി സമദാനി ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരുടെ പേരിലും ബഹുമാനപ്പെട്ട സദഖത്തുല്ലാഹിൽ കാഹിരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരുടെ പേരിലും ബഹുമാനപ്പെട്ട കലന്തർ മുസ്താൻ റഹിമഹുല്ലാ അവരുടെ പേരിലും ഒരു 3 ഫാത്തിഹയിൽ അവരോട് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ വമിൻ ശർരി നഫ്ഫാസാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നത്തി വന്നാസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓതിയിട്ടുള്ള വിശുദ്ധ ഖുർആൻ ഫാത്തിഹത്തിൽ കിതാബ് ഇഖ്ലാസ് മുഅവ്വദത്തിൻ അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അനുഗ്രഹീത ഹദിയായി ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അവിടുത്തെ അഹ്ലു ബൈത്തിൻ്റെയും സ്വഹാബത്തിൻ്റെയും എല്ലാ ഔലിയാക്കന്മാർ ഉലമാക്കന്മാർ ശുഹദാക്കന്മാർ സിദ്ദീഖീങ്ങൾ സാലിഹീങ്ങൾ അവരുടെ ഹദറത്തിലേക്കും ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് അവരുടെ ഹദറത്തിലേക്കും ബഹുമാനപ്പെട്ട സദഖത്തുല്ലാഹിൽ ഖാദിരി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് അവരുടെ ഹദറത്തിലേക്കും ബഹുമാനപ്പെട്ട കലന്തർ മുസ്താൻ റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ ഹദറത്തിലേക്കും എത്തിച്ചു കൊടുക്കട്ടെ. ഇവിടെ വളരെ അനുഗ്രഹീതമായ ഒരു സദസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കായൽ പട്ടണം എന്ന് പറഞ്ഞാൽ മക്ക മദീനയെ അനുസ്മരിപ്പിക്കുന്ന ഒരു പട്ടണമാണ് കായൽ പട്ടണം എന്ന് പറയുന്നത്. ആത്മീയത തഴച്ചു വളരുന്ന ഒരു പട്ടണമാണ് കായൽ പട്ടണം എന്ന് പറയുന്നത്. മഹാരഥന്മാരുടെ പാദസ്പർശമേറ്റ് പുളകം കൊള്ളുന്ന പ്രദേശമാണ് ഈ പ്രദേശം. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആദർശം മുറുകെ പിടിച്ച് ജീവിക്കുന്ന മഹാന്മാരായിട്ടുള്ള അഹ്ലുസുന്നത്തിൻ്റെ വാഹകർ നിറഞ്ഞു നിൽക്കുന്ന പ്രദേശമാണ് ഈ പ്രദേശം എന്ന് പറയുന്നത്. അൽഹംദുലില്ലാ, ഇവിടെ ഒരു മഹത്തായ സ്ഥാപനം നടക്കുകയാണ്. ഹദ്റത്തുൽ ഖാദിരിയ അറബിക് കോളേജ് എന്ന് പറയുന്ന മഹത്തായ ഇൽമിൻ്റെ കേന്ദ്രം നടക്കുകയാണ്. 100-ലേറെ മഹദരികൾ ഇവിടെ നിന്ന് ബിരുദം നേടി കഴിഞ്ഞു. 25 വർഷമായി ഇവിടെ ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാക്കവി അഹ്ശരി അവറുകൾ ഇവിടെ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊരു സംഭവം തന്നെയാണ്. ഒരിടത്ത് ഉറച്ചു നിന്ന് ആലിമ്യങ്ങൾ സേവനം ചെയ്യൽ വളരെ ദുർലഭമാണ് എന്ന്. അക്കരെ പച്ച ഇവിടെ നിൽക്കുമ്പോൾ അപ്പുറമാണ് പച്ച എന്ന് തോന്നി അങ്ങോട്ടും ഇങ്ങോട്ടും കാൽമാറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരിടത്ത് ഉറച്ചു നിന്ന് കാട് വെട്ടി തെളിച്ച് അവിടെ ഒരു പൂങ്കാവനമുണ്ടാക്കുവാൻ ശ്രമിക്കുകയാണ് ബഹുമാനപ്പെട്ട സയ്യിദ് തങ്ങളവറുകൾ ചെയ്തിട്ടുള്ളത്. നേരത്തെ തന്നെ തങ്ങളുമായിട്ട് വളരെ ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കലന്തർ മുസ്താൻ ഷെയ്ഖ് അവറുകൾ ഇവിടെ ഉള്ള സമയത്ത് അദ്ദേഹത്തിൻ്റെ രോഗാവസ്ഥയിലാണ്. വാസ്തവത്തിൽ ഇവിടെ സന്നിധാന സമ്മേളനത്തിൽ സംബന്ധിക്കുവാൻ സാധിച്ചു. അന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ
നമ്മുടെ കിതാബുകൾ കിറ്റുകളായിട്ട് ഇവിടെ പങ്കെടുത്ത ആലിമീങ്ങൾക്ക് വിതരണം ചെയ്തുകൊണ്ടാണ് വാസ്തവത്തിൽ നമുക്ക് അന്ന് തെക്കരിമറ്റ് നൽകിയത്. അങ്ങനെ ഒരു തെക്കരിമറ്റ് ഇവിടെ വെച്ച് നൽകി എന്ന് മാത്രമല്ല, പിന്നീട് പോകുമ്പോൾ ഒരു കാശ് അവാർഡ് കൂടി തന്നു ബഹുമാനപ്പെട്ട കലന്തർ മസ്താൻ അവർ. സാധാരണ അവാർഡ് കൊടുക്കുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ കാശ് അവാർഡ് പരസ്യമായി പത്രത്തിൽ കൊടുക്കുകയും പിന്നീട് സ്റ്റേജിൽ പറയുകയും ചെയ്തു കൊടുക്കുന്ന പരിപാടിയുള്ളത്. വളരെ മാതൃകമായി ഭാഗപരമായി ബഹുമാനപ്പെട്ട കലന്തർ മസ്താൻ ഉസ്താദ് അവർകൾ സ്വകാര്യമായി പോകാൻ നേരം പോക്കറ്റിലിട്ട് തരികയാണ് ചെയ്തത്. വളരെ മാതൃകാപരമായ ഒരു നിലപാടാണ് മഹാനവറുകൾ സ്വീകരിച്ചത്. അദ്ദേഹം മഹാനവറുടെ പദവി അള്ളാഹു ഏറ്റിക്കൊടുക്കുമാറാകട്ടെ, ഖബർ സ്വർഗ്ഗപുങ്കവനമാക്കി കൊടുക്കുമാറാകട്ടെ. എല്ലാ ഹസനാത്തും നമ്മുടേതും അവരുടേതും അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാ പോരായ്മകളും നമ്മുടേതും അവരുടേതും മഹാനവറുകളുടേതും നികറ്റി അള്ളാഹു പൊരുത്തപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൻ്റെ വീടായ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടി തെരുമാറാകട്ടെ. ഇവിടെ നിന്ന് ആലിമുകൾ ബിരുദം നേടി പോകുകയാണ്. ഇൽമ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മഹത്വം ഇവിടെ പലരും വരച്ച് കാണിച്ചു. ഇൽമ് എന്ന് പറഞ്ഞാൽ അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ ജീവൻ ഇൽമ് ആകുന്നു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നാണോ ഇൽമ് ഉയർത്തപ്പെടുന്നത് അന്ന് ഇസ്ലാം, ദീനുൽ ഇസ്ലാം ഇവിടെ നിന്ന് ഉയർത്തപ്പെടും. അള്ളാഹ് എന്ന് പറയുന്നൊരു വ്യക്തി ഇവിടെ ഇല്ലാതെ വരും. അതുകൊണ്ട് ഖിയാമത്ത് നാൾ വരെ ബഹുമാനപ്പെട്ട മഹ്ദി ഇമാം വന്ന് ബഹുമാനപ്പെട്ടവരുടെ കയ്യിലേക്ക് ദീനുൽ ഇസ്ലാമിൻ്റെ പതാക നാം ഏൽപ്പിക്കുന്നത് വരെ ഇവിടെ ദീനുൽ ഇസ്ലാം നിലനിൽക്കണം. അതിന് ആലിമീങ്ങൾ ഉണ്ടാകണം, ഇൽമ് നിലനിൽക്കണം, അതിന് ഇൽമിൻ്റെ സ്ഥാപനങ്ങൾ ഉണ്ടാകണം. ഇൽമ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അമലുകളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടമായ അമൽ ഇൽമ് ആണല്ലോ. അൽഇൽമു അസ്നാ സായിരിൽ അഅ്മാലി വഹുവ ദലീലുൽ ഖൈരി വൽ ഇഫ്ലാലി. സകല കർമ്മധർമ്മങ്ങളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഇൽമ്. കാരണം ഇസ്ലാമിൻ്റെ ജീവനാണ് ഇൽമ്. അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഇൽമ് നൽകപ്പെട്ടാൽ, മഹാനായ മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾക്ക് ഇൽമ് നൽകപ്പെട്ടാൽ സകല ഖൈറും നൽകപ്പെട്ടു എന്നാണ്. ഒമൻ യൂത്തൽ ഹിക്മത്ത്, പിന്നെ വിശുദ്ധ ഖുർആനും കാര്യം പറഞ്ഞിട്ടുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒമൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ. അല്ലാഹു തആല ഏതെങ്കിലും ഒരാൾക്ക് വലിയ ഒരു ഖൈർ നൽകണമെന്ന് ഉദ്ദേശിച്ചാൽ യുഫഖിഹുഹു ഫിദ്ദീൻ, അവന് മതപരമായ ഇൽമ് നൽകും. ഒരാൾക്ക് അല്ലാഹു തആല നന്മ ചെയ്യണമെന്ന്, ഗുണം ചെയ്യണമെന്ന്, അനുഗ്രഹം ചെയ്യണമെന്ന് ഉദ്ദേശിച്ചാൽ അവനെ വലിയ സമ്പന്നനും കുലീനനും പണക്കാരനുമാക്കും എന്നല്ല പറഞ്ഞത്. അവനെ വലിയ രാഷ്ട്രീയ നേതാവോ രാജാവോ ആക്കുമെന്നല്ല പറഞ്ഞത്. അവനെ ഉദ്യോഗസ്ഥനാക്കുമെന്നല്ല പറഞ്ഞത്. നേരെ മറിച്ച് உஸ்தாத் அவர்கள் பேசக்கூடிய பேச்சினுடைய சுருக்கத்தை ஒரு 2-3 நிமிடங்களுக்கு இடையில் உங்களுக்கு தருகிறோம். അതുകൊണ്ട് ഇൽമ് ആണ് നമ്മുടെ കർമ്മധർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത്. അമല് ചെയ്യുവാൻ വേണ്ടിയാണ് നാം നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. മനുഷ്യൻ്റെ നിയോഗ ലക്ഷ്യം വിശുദ്ധ ഖുർആൻ പറഞ്ഞത് എങ്ങനെയാണ്? തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കുഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യക്കും അഹ്സനു അമല. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ജീവിതത്തെയും മരണത്തെയും അല്ലാഹു സംവിധാനിച്ചത് എന്തിനാണ്? ലിയബ്ലുവക്കും അയ്യക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി അമല് ചെയ്യുന്നതെന്ന് പരിശോധിക്കുവാൻ. അപ്പോൾ ദുന്യാവ് പരീക്ഷണത്തിൻ്റെ വീടാണ്. ഇവിടെ അമല് ചെയ്യുവാൻ വേണ്ടി ആരാണ് നന്നായി അമല് ചെയ്യുക എന്ന് പരിശോധിക്കുവാനാണ് അല്ലാഹു തആല ഈ ഭൂമി ലോകത്ത് മനുഷ്യൻ്റെ ജീവിതവും മരണവും വെച്ചിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അപ്പം നമ്മുടെ നിയോഗ ലക്ഷ്യം അമലാകുന്നു. അമലുകളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടമായ അമൽ ഏതാണോ അതാണ് നാം സ്വീകരിക്കേണ്ടത്. കാരണം ആയുഷ്കാലം വളരെ ഹ്രസ്വമാണ്, പരിമിതമാണ്, നൈമിഷികമാണ്. ഈ ഭൂമിയിലുള്ള ജീവിതകാലം വളരെ നൈമിഷികമാണ്, ഹ്രസ്വമാണ്. ഈ ഹ്രസ്വമായ കാലത്ത് നാം നേടുന്ന ആഖിറത്തിലേക്ക്, അനശ്വരമായ ജീവിതത്തിലേക്ക് இன்ஷா அல்லாஹ் நம்முடைய நிகழ்வுகள் முடிவுக்கு தருவாயில் இருக்கின்றது. நிகழ்ச்சிகள் முடிந்தவுடன் இன்ஷா அல்லாஹ் மஹ்தராவிலே ஜமாஅத் நடக்கும் என்பதை தெரிவித்துக் கொள்கின்றோம்.
അപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് വമയ്യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ എന്ന, ആർക്കെങ്കിലും അല്ലാഹു നന്മ ഉദ്ദേശിച്ചാൽ മതപരമായ ഇൽമു നൽകുന്നു എന്നതാണ്. ഇൽമു പല വിധത്തിലുണ്ട്. ഇൽമുണ്ട്, മതപരമായ ഇൽമുണ്ട്. ഭൗതികമായ ഇൽമു മനുഷ്യനിർമ്മിതമാണ്. മതപരമായ ഇൽമു അത് അള്ളാഹുവിൻ്റെ വഹ്യ് മുഖേന ലഭിച്ചിട്ടുള്ള ഇൽമുമാണ്. അതിൻ്റെ പരിപോഷകമായ മറ്റ് ഇൽമുകളുമാണ് ദീനിയായ ഇൽമു എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനും ആർക്കെങ്കിലും മതപരമായ ഇൽമു നൽകപ്പെട്ടാൽ അവന് ധാരാളം ഖൈർ നൽകപ്പെട്ടു വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് നമുക്ക് ഒരു സന്തതി ഉണ്ടായിക്കഴിഞ്ഞാൽ അവനെ ഒരു ആലിമാക്കണം എന്ന തിടുക്കമാണ്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ കരുത്തേകുവാൻ, ദീനിൻ്റെ പ്രബോധകനും പ്രചാരകനും അധ്യാപകനും മുദരിസുമാകുവാൻ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹുവിലേക്ക് അനുയായികളെ അംഗങ്ങളെ ചേർക്കുവാൻ യോഗ്യനായ ഒരു പണ്ഡിതൻ നമ്മുടെ സന്താനത്തിൽ നിന്ന് ഉണ്ടാകണമെന്ന ഒരു കാർക്കശ്യം നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. അൽഹംദുലില്ലാ, ഇവിടെ അൽ മഹദറത്തുൽ ഖാദിരിയയിൽ നിന്ന്, ഈ സ്ഥാപനത്തിൽ നിന്ന് ധാരാളം ആളുകൾ ബിരുദം നേടി ഇന്ന് ഇവിടെ സനദ് വാങ്ങി പണ്ഡിതന്മാരായി പ്രബോധന രംഗത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ആലിം എന്ന് പറഞ്ഞാൽ ആലിമിനെ എല്ലാവരും ആദരിക്കുന്നു, അംഗീകരിക്കുന്നു. ദീനി സ്നേഹികളായ എല്ലാ ആളുകളും ആലിമിനെ അംഗീകരിക്കുന്നു. മലക്കുകൾ അംഗീകരിക്കുന്നു, ആശീർവദിക്കുന്നു. ഒരു മുതല്ലിം ദീൻ പഠിക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞല്ലോ, മലക്കുകൾ ചിറക് താറ്റി വെച്ചു കൊടുത്ത് ആശീർവദിക്കുമെന്ന്. ഉമല്ലായികുൻ തലഉൽ ജന്നാഹ ലഹു ഇദാ യശ്ആരിലം ബിമറാമിഹി മുതഖബ്ബലാ. ലോകത്ത് ആർക്കാണ്, ഏതൊരു വിദ്യാർത്ഥിക്കാണ് ഇങ്ങനൊരു പദവിയുള്ളത്? മതവിദ്യാർത്ഥി നടന്നു പോകുമ്പോൾ നിഷ്കളങ്കമായി, നിഷ്കപടമായി, നിസ്വാർത്ഥമായി അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രം ഇൽമു പഠിക്കുന്ന ഒരു മുതല്ലിം നടന്നു പോകുമ്പോൾ മലക്കുകൾ ചിറക് താറ്റി വെച്ചു കൊടുത്തുകൊണ്ട് അവൻ ആശീർവദിക്കുന്നു എന്ന് ഹദീസിൽ വന്നത് ബഹുമാനപ്പെട്ട മഖ്ദൂം കബീർ തങ്ങൾ പദ്യത്തിലൂടെ നമ്മൾ അറിയിക്കുകയാണ്. ഉമല്ലായികുൻ തലഉൽ ജന്നാഹ ലഹു ഇദാ യശ്ആരിലം ബിമറാമിഹി മുതഖബ്ബലാ. പഠിച്ച് ആര്യമായി കഴിഞ്ഞാൽ അവൻ ചെയ്യുന്ന ഡ്യൂട്ടിയാണ് ഈ ഒരു മുസ്ലിമിന് ഈ ലോകത്ത് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ഉത്കൃഷ്ടമായ, അത്യുന്നതമായ, ഏറ്റവും വലിയ ഡ്യൂട്ടി, ഏറ്റവും വലിയ ഉദ്യോഗം. തഅലീമുഹു ലില്ലാഹി ഖൈറു ഇബാദത്തി വഖിലാഫത്തിൻ വവിറാസത്തിൻ ഫതവസ്സല. ആരാധനകളിൽ ഏറ്റവും ഉത്തമമായ ആരാധനയാണ് ഇൽമു പഠിപ്പിക്കുക എന്നത്. തഅലീമുഹു ലില്ലാഹി ഖൈറു ഇബാദത്തിൻ വഖിലാഫത്തിൻ, ഏറ്റവും ഉത്തമമായ പ്രാതിനിധ്യമാണ്. മഹാന്മാരായ അമ്പിയാക്കന്മാരുടെ പ്രാതിനിധ്യം, അവർ നടത്തിയ കർമ്മമാണ് ഈ ആലിം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിറാസത്തിൻ്റെ ഏറ്റവും മഹത്തായ പൈതൃകവുമാണ് വാസ്തവത്തിൽ തഅലീം, അള്ളാഹുവിൻ്റെ ദീൻ പഠിപ്പിക്കുക എന്നത്. അതുകൊണ്ട് ഉന്നതമായ സ്ഥാനം. അതുകൊണ്ട് തന്നെ ലോകത്തുള്ള എല്ലാ വസ്തുക്കളും, ആകാശലോകത്തെ നിബിഡമാക്കിയ കോടാനുകോടി മലക്കുകളും ഭൂമിയിലെ സകല ചരാചരങ്ങളും ഇൽമു പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആലിമിന് വേണ്ടി, മുഅല്ലിമിന് വേണ്ടി, മുദരിസിന് വേണ്ടി, ദാഴിക്ക് വേണ്ടി, പ്രബോധകന് വേണ്ടി ആശീർവാദം നടത്തി ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ഈ കാര്യമാണ് ബഹുമാനപ്പെട്ട മഖ്ദൂം കബീർ തങ്ങളവറുകൾ ബഹുമാനപ്പെട്ടവരുടെ അതിഖിയായി നമ്മളെ അറിയിച്ചത്. ഇന്നലില്ലാഹ വാഹില കുല്ലി സമാഇഹി വൽ അർളി ഹത്തൽ ഹൂതി മൈനം ദിൽ ഫല കുല്ലൻ യുസല്ലി യാ ഹബീബു അലല്ലദി ഖദ് അല്ലമൽ ഖൈറൽ ഉനാസ മുഹസ്സിലാ. സുബ്ഹാനല്ലാഹ്, എത്ര ഉത്തമമായ ഉത്കൃഷ്ടമായ പദവിയാണ്. ഇൽമു പഠിപ്പിക്കുന്ന മുദരിസിന് ശമ്പളം കുറഞ്ഞു കൊള്ളട്ടെ, ഭൗതിക ഉദ്യോഗസ്ഥന് കിട്ടുന്ന ശമ്പളം ഒരുപക്ഷെ ഉണ്ടായിരിക്കുകയില്ല. അവനുള്ള അലങ്കാരവും പ്രൗഢിയും ഭൗതിക ലോകത്തിലുണ്ടായിരിക്കുകയില്ല. പക്ഷേ അവൻ എത്ര കഷ്ടപ്പെട്ടാലും ശരി, അവന് കിട്ടാൻ പോകുന്ന നേട്ടം നിങ്ങൾ ഓർത്തു നോക്കണം. ആകാശലോകത്തുള്ള കോടാനുകോടി മലക്കുകളും എല്ലാ ജീവജാലങ്ങളും സമുദ്രത്തിലെ മത്സ്യങ്ങൾ പോലും ഇൽമു പഠിപ്പിക്കുന്ന മുഅല്ലിമിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുവെന്ന്, അവന് ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുന്നുവെന്ന് ഹദീസിൽ വന്നിരിക്കുകയാണ്. அருமையானவர்களே, இவ்வளோ நேரம் பேசியதனுடைய சுருக்கத்தை மட்டும் உங்கள் கவனத்திற்கு தருகிறோம். உலகத்தில் அல்லாஹ் தந்திருக்கக்கூடிய கருணையிலேயே உயர்ந்த கருணை என்பது அல்லாஹ்வினுடைய ஞானத்தை, அல்லாஹ்வுடைய கல்வியை படிப்பதாகும். உலகத்தில் எத்தனையோ
அல்லாஹ்வினுடைய அருட்கொடைகள் நமக்கு கிடைக்கிறது. ஆனால் அந்த அருட்கொடைகளை எல்லாம் படைத்த ரப்புல் ஆலமீன் ஆகிய அல்லாஹ் ஒரு சிறந்த ஞானமாக, ஒரு சிறந்த உயர்ந்ததாக அல்லாஹ் சொல்லவில்லை. அல்லாஹ்வுடைய ரசூல் நமக்கு சொல்லித் தரவில்லை. மை யுரிதில்லாஹ பிஹி கைரன் யுஃபக்கிஹுஹு ஃபித்தீன் என்று கண்மணி முஹம்மது முஸ்தபா ஸல்லல்லாஹு அலைஹி வஸல்லம் நமக்கு சொல்லித் தருவார்கள். ஒருவருக்கு அல்லாஹ் சிறப்பை நாடினால், உயர்வை நாடினால் மார்க்க கல்வியில் அவரை உயர்வாக்குகிறார். சிறப்பை நாடினால் கோடீஸ்வரனாக, ஒரு மிகப்பெரிய அதிகாரியாக, ஒரு மிகப்பெரிய அரசனாக மாற்றுவேன் என்று சொல்லாமல் மார்க்க அறிவில் உயர்வுபடுத்துவேன் என்று சொல்லுவது நமக்கு தெளிவாக விளங்குகிறது. அல்லாஹ்வும் சொல்வான், யூத்தில் ஹிக்மத ஃபகத் ஊதிய கைரன் கஸீரா. யாருக்கு ஞானம் கொடுக்கப்பட்டதோ அவருக்கு நிறைவான நலவு கொடுக்கப்பட்டு விட்டது என்று சொன்னதின் அடிப்படை நமக்கு விளங்குகிறது. எனவே எல்லா அமல்களை விட சிறந்தது அல்லாஹ்வுடைய இல்மை படிப்பது. அந்த இல்மை படிப்பவர்களுக்காக, இல்மை கற்றுக் கொடுப்பவருக்காக, இல்மை கற்று அதன்படி மக்களை அழைப்பவருக்காக வானத்தில் உள்ள விண்மீன்கள், கடலில் உள்ள மீன்கள் எல்லாம் அவனுக்காக தன்னுடைய இறகை விரித்து அவனுக்காக துஆ செய்கிறது என்பதை நாம் விளங்குகிற பொழுது, நம்முடைய குடும்பத்திலும் ஒரு ஆலிம்களை உருவாக்க வேண்டும் என்ற எண்ணம் நமக்கு வர வேண்டும். ഇൽമു കൊണ്ടാണ്, ശരഈയായ ഇൽമു കൊണ്ടും ആലിമീങ്ങളുടെ സേവനം കൊണ്ടുമാണ് ദീനുൽ ഇസ്ലാം ഇവിടെ നിലനിന്നത്. നമ്മൾ മക്കയിൽ ഉദയം ചെയ്ത് മദീനയിൽ ഉയർന്നു വന്നിട്ടുള്ള ദീനുൽ ഇസ്ലാം, അതിൻ്റെ അനുയായികളാകുവാൻ നമുക്കൊക്കെ സാധിച്ചത് എന്തുകൊണ്ടാണ്? ആലിമീങ്ങളുടെ സേവനം കൊണ്ടാണ്. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇസ്ലാം പ്രചരിപ്പിച്ചത് ആലിമീങ്ങളുടെ സേവനം കൊണ്ടാണ്. ഒരൊറ്റ ഉദാഹരണം പറയാം. ലോകം കണ്ടിട്ടുള്ള ഭീകരവാദികളിൽ വെച്ച്, നശീകരണ പ്രവർത്തനം നടത്തിയ ഭീകരവാദികളിൽ വെച്ച് ഏറ്റവും വലിയ ഭീകരവാദികൾ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ, ചരിത്രത്തിൽ നമ്മുടെ ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, അദ്ദേഹം ജയിലിലായിരുന്നപ്പോൾ തൻ്റെ മകളായ ഇന്ദിരാഗാന്ധിക്ക് കണ്ടശ കുറേ കത്തുകൾ അയച്ചിരുന്നു. ആ കത്തുകളുടെ സമാഹാരം വിശ്വചരിത്ര സംഗ്രഹം എന്ന പേരിൽ ഗ്രന്ഥമാക്കിയിട്ടുണ്ട്. ആ ഗ്രന്ഥത്തിൽ കാണാം, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറയുന്നു, ലോകത്തിൻ്റെ ഉൽപ്പത്തി മുതൽ ഇന്നോളമുണ്ടായിട്ടുള്ള ഭീകരന്മാരിൽ വെച്ച് ഏറ്റവും വലിയ ഭീകരന്മാർ താർത്താരികളായിരുന്നുവെന്ന്. ചെങ്കിസ് ഖാൻ്റെയും അവൻ്റെ പൗത്രനായ ഹുലാഖു ഖാൻ്റെയും പട്ടാളം താർത്താരികളെയും മംഗോളരെയും സംഘടിപ്പിച്ചുകൊണ്ട് കൊണ്ടുവന്ന് അങ്ങനെ രാജ്യങ്ങൾ ഓരോന്ന് കീഴടക്കി അവസാനം മുസ്ലിമുകളുടെ കോട്ടക്കൊത്തളമായ ഖവാറിസം കീഴടക്കി തകർത്ത് തരിപ്പണമാക്കി. അവിടെ എന്ത് പറഞ്ഞാൽ 10,000-കണക്കിന് മുസ്ലിമീങ്ങളെ കൊന്നു, 1000-കണക്കിന് ആലിമീങ്ങളെ കൊന്നു, ഒരുപാട് ഗ്രന്ഥങ്ങൾ ചുട്ടരിച്ചു. പിന്നീടാണ് ബഗ്ദാദിലേക്ക് നീങ്ങിയത്. അവിടെ അബ്ബാസിയ ഖിലാഫത്തിൻ്റെ ആസ്ഥാനമായ ബഗ്ദാദിലേക്ക് വന്നു. ബഗ്ദാദിൽ വലിയ പരാക്രമണങ്ങളാണ് അവർ നടത്തിയത്. ഒന്നിനും മനുഷ്യന് ഒരു മൂല്യത്തിനും വില കൽപ്പിക്കാത്തവരായിരുന്നു താർത്താരികൾ. എന്ത് ചെയ്തു ചോദിച്ചാൽ ലക്ഷക്കണക്കിന് മുസ്ലിമുകളെ കൊന്നൊടുക്കി. മാത്രമല്ല 1000-കണക്കിന് പണ്ഡിതന്മാരെ, ശാസ്ത്രജ്ഞന്മാരെ കൊന്നൊടുക്കി. എത്രയോ വലിയ ലൈബ്രറികളും ചുട്ടരിച്ച് ബാക്കിയുള്ളത് കൊണ്ടുപോയി ടൈഗ്രീസിൽ ഒഴുക്കുകയാണ് ഉണ്ടായത്. ഇത്രയും വലിയ ഭീകരന്മാർ അവരെ മുസ്ലിമുകളാക്കി മാറ്റുകയും മാത്രമല്ല ലോകത്ത് ഇസ്ലാമിക ഭരണം നടത്തുന്ന മുഗളന്മാർ അങ്ങനെയുള്ള മുസ്ലിം മുഗളന്മാരാക്കി മാറ്റുകയും ചെയ്ത് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഒരൊറ്റ പണ്ഡിതനായിരുന്നു. അത് നിങ്ങൾ നോക്കണം, ഇറാനും അതുപോലെ തന്നെ ഇറാനും തുർക്കിസ്ഥാനും ഭരിച്ചിരുന്ന താർത്താരികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു രാജാവ്, അദ്ദേഹത്തിൻ്റെ മകൻ തൈമൂർ മുഗൾക്ക് എന്ന് പറയുന്ന രാജകുമാരൻ, അയാൾ കിരീടമണിയാനെടുത്തിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിക്കാൻ കിടക്കുകയാണ്. ആ സമയത്താണ് മകൻ ഷിക്കാറിന് വേണ്ടി, വേട്ടയാടാൻ വേണ്ടി കാട്ടിലേക്ക് വരുന്നത്. കാട്ടിലേക്ക് വന്നപ്പോൾ അവിടെ അവിചാരിതമായി ഇറാനിയായ ഒരു പണ്ഡിതൻ ജമാലുദ്ദീൻ ഇറാനി എന്ന് പറയുന്ന മഹാനെ കാണുകയുണ്ടായി. മുസ്ലിമുകളോട് വളരെ കഠിനകഠോരമായ വൈരാഗ്യമുള്ള തൈമൂർ തുഗ്ലക്ക് അയാളെ പിടികൂടി ശിക്ഷിക്കാൻ ഒരുങ്ങുകയാണ്. നിങ്ങൾ ആരാണ്, എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു മുസ്ലിമാണ്. എന്താണ് ഈ മുസ്ലിം, എന്താണ് ഇസ്ലാം? തൈമൂർ തുഗ്ലക്ക് ചോദിക്കുന്നു. ബഹുമാനപ്പെട്ട ജമാലുദ്ദീൻ ഇറാനി കുപിതനാകാതെ ശാന്തമായി
അദ്ദേഹം ഇസ്ലാമിനെക്കുറിച്ച് ലഘുവായി പരിചയപ്പെടുത്തി കൊടുത്തു. ആ നിമിഷങ്ങൾ കൊണ്ടുള്ള പ്രബോധനം കൊണ്ട് ഉദുഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മത്തി വൽ മൗഇദത്തിൽ ഹസന എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ യുക്തിപൂർവ്വം നല്ല മതായ ഉപദേശത്തോടുകൂടി ആ മഹാനായ പണ്ഡിതൻ അയാളുടെ മനസ്സിലേക്ക് ടോർച്ചടി നൽകിയപ്പോൾ ചെറിയൊരു പരിവർത്തനം മനസ്സിലുണ്ടായി. അദ്ദേഹത്തെ പിടികൂടി മാപ്പ് നൽകുകയും മോചിപ്പിക്കുകയും ചെയ്തുകൊണ്ട് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യണം, ഞാൻ രാജാവായി കഴിഞ്ഞാൽ, എൻ്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കിരീടാവകാശി ഞാനാണ്, ഞാൻ കിരീടം ധരിച്ച് രാജാവായി കഴിഞ്ഞാൽ നിങ്ങൾ കൊട്ടാരത്തിലേക്ക് വരണം എന്ന് പറഞ്ഞ് വസിയത്ത് ചെയ്തു വിടുകയുണ്ടായി. അങ്ങനെയൊക്കെ ദിവസങ്ങൾ മാസങ്ങൾ മുമ്പോട്ട് പോയി. രാജാവ് മരിച്ചു. ഇവിടെ തൈമൂർത്തുകൾക്ക് കിരീടമണിഞ്ഞു. പ്രൊഫസർ ഹിറ്റി എന്ന് പറഞ്ഞ ചരിത്രകാരൻ അദ്ദേഹത്തിൻ്റെ പ്രീച്ചിങ് ഓഫ് ഇസ്ലാമിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സംഭവമാണ്. വേറെയും ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലും ഈ കഥ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു ചോദിച്ചാൽ, അയാൾ കിരീടമണിഞ്ഞുള്ള വിവരം കേട്ടു. പക്ഷേ അപ്പോഴേക്കും ജമാലുദ്ദീൻ ഇറാനി മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. മരിക്കുന്നതിന് മുമ്പ് തൻ്റെ മകനെ വിളിച്ചുകൊണ്ട്, മകൻ പണ്ഡിതനാണ്, പ്രഗത്ഭനായ പണ്ഡിതനാണ്, മകനോട് പറഞ്ഞു, പൊന്നു മകനെ, ഒരു ദൗത്യമുണ്ട്, നീ പൂർത്തീകരിക്കണം, നിന്നോട് ഞാൻ വസിയത്ത് ചെയ്യുന്നു. തൈമൂർത്തുകൾക്ക് എന്നോട് വസിയത്ത് ചെയ്തിട്ടുണ്ട്, അയാൾ കിരീടം അണിഞ്ഞ് രാജാവായി കഴിഞ്ഞാൽ അയാളെ സമീപിക്കണമെന്ന് മകനോട് വസിയത്ത് ചെയ്തതനുസരിച്ച് മകൻ അതാ വരുന്നു. പക്ഷേ കൊട്ടാരത്തിൽ കയറാൻ അവിടെ വാർഡന്മാരും പോലീസുകാരും പട്ടാളക്കാരും അനുവദിച്ചില്ല. ഒരു കാരണം പറഞ്ഞിട്ടും അനുവദിച്ചില്ല. അദ്ദേഹം ഒരു കാര്യം ചെയ്തു. അവിടെ കൊട്ടാരത്തിൽ നിന്ന് അകലെ കൊട്ടാരത്തിൻ്റെ ബാൽക്കണിക്ക് നേരെ ഒരു സ്ഥലത്ത് മുസല്ല വിരിച്ച് നിസ്കരിക്കാൻ തുടങ്ങി. ദുഹറും അശ്റും മഗ്രിബും ഇശാവും നിസ്കരിച്ചു. സുബിക്ക് അദ്ദേഹം ഉറക്കെ ബാങ്ക് കൊടുത്തു. അവിടെ ബാങ്ക് കൊടുത്തപ്പോൾ അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന മധുരഗീരി അവിടെ ബാൽക്കണിയിലിരിക്കുന്ന രാജാവിൻ്റെ കർണപടങ്ങളിൽ അലച്ചു. അദ്ദേഹം ചോദിച്ചു, എന്താണ് ഈ ശബ്ദം? കൊട്ടാരത്തിൽ പരിചാരകർ പറഞ്ഞു, ആ ശബ്ദം അങ്ങ് അകലെ ഒരു മുസ്ലിം നിസ്കരിക്കുകയാണ്, അദ്ദേഹം ബാങ്ക് കൊടുക്കുകയാണ്. അപ്പോൾ രാജാവ് പറഞ്ഞു, അയാളെ പിടിച്ചു കൊണ്ടുവരണമെന്ന്. പിടിച്ചു കൊട്ടാരത്തിൽ കൊണ്ടുവന്നു. നിങ്ങൾ ആരാണ്, എന്താണ്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ജമാലുദ്ദീൻ ഇറാനിയുടെ മകനാണ്. ഉപ്പ വസിയത്തനുസരിച്ചാണ് ഇത് വന്നിട്ടുള്ളത്. നിങ്ങൾ ഉപ്പയോട് ചെയ്തിട്ടുള്ള കരാറും വസിയത്തും പാലിക്കാനാണ് ഞാൻ വന്നത്. വളരെ സന്തോഷത്തോടുകൂടി തൈമൂർത്തുകളെത്തി അദ്ദേഹത്തെ സ്വീകരിച്ചിരുത്തി അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ കേൾക്കുകയാണ്. അദീർഘമായി സംസാരിച്ചു. ഇസ്ലാമിനെ ലഘുവായി പരിചയപ്പെടുത്തി കൊടുത്തപ്പോൾ അതാ മാനസാന്തരം വന്ന് തൈമൂർത്തുകളെ നിങ്ങൾ നോക്കണം. താർത്താരികൾ എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞുവല്ലോ, ഈ ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരവാദികളായ താർത്താരികൾ, അവരിൽപ്പെട്ട തൈമൂർത്തുകൾക്ക് മാനസാന്തരം വന്നു. അദ്ദേഹം ഷഹാദത്ത് കലിമയിൽ മുസ്ലിമാകുന്നു. പ്രധാനമന്ത്രിയെ വിളിച്ചുകൊണ്ട്, ഞാൻ മുസ്ലിമായിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ മുസ്ലിമാകാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം മുസ്ലിമാകുന്നു. സർവ്വ സൈന്യാധിപനെ വിളിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്നോ മുസ്ലിമാണ്, പക്ഷേ നിങ്ങളെ പേടിച്ച് വേണ്ടാതിരുന്നതാണെന്ന്. കൊട്ടാര നിവാസികൾ മുഴുവൻ മുസ്ലിമുകായി. പിന്നെ അനുയായികൾ മുസ്ലിമുകളാകാൻ ഒട്ടും താമസമുണ്ടായിരുന്നില്ല. അങ്ങനെ താർത്താരികൾ ഇസ്ലാമിലേക്ക് ഒഴുകി. അവരിൽപ്പെട്ട ഒരു സംഘമാണ് മുഗളന്മാർ, ഇന്ത്യ ഭരിച്ചിട്ടുള്ള മുസ്ലിമുകളിൽപ്പെട്ട മുഗളന്മാർ. ഇത്രയും വലിയൊരു പരിവർത്തനം ഉണ്ടാക്കാൻ ആർക്കാണ് സാധിച്ചത്? ലോകത്തുള്ള രാഷ്ട്രീയക്കാർക്കോ അതല്ലെങ്കിൽ പട്ടാളക്കാർക്കോ മറ്റുള്ള വീരന്മാർക്കോ ശൂരന്മാർക്കോ ആർക്കും സാധിച്ചിട്ടില്ല. ഒരു പണ്ഡിതനാണ് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ലോകത്ത് വിപ്ലവം സൃഷ്ടിച്ചിട്ടുള്ളത്, വലിയ വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചിട്ട് പരിവർത്തനങ്ങൾ സൃഷ്ടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ആര്യമീങ്ങളാണ്. അതുകൊണ്ട് കരുത്തുള്ള ആര്യമീങ്ങൾ വേണം ദീൻ നിലനിൽക്കാൻ, ദീനിന് പ്രചാരം കിട്ടാൻ, ദീനിന് കരുത്തേക്കാൻ പണ്ഡിതന്മാരുണ്ടാകണം. ഇതുപോലുള്ള സ്ഥാപനങ്ങളെ നിങ്ങൾ കരുത്തേക്കണം എന്നാണ് പറയാനുള്ളത്. அருமையானவர்களே, ஒரு நீண்ட சம்பவத்தை நமக்கு உணர்த்தினார்கள். உலகத்திலேயே மிகப்பெரிய தீவிரவாதிகள் யார் என்ற கேள்விக்கு பதிலளிக்கிற பொழுது பண்டிட் ஜவஹர்லால் நேரு சிறையில் இருக்கிற பொழுது, திகார் சிறையில் இருந்து கொண்டு தன்னுடைய அருமை மகள் இந்திரா காந்திக்கு ஒரு லெட்டர் எழுதினார். நமக்கெல்லாம் தெரியும். உலக மகா சரித்திரம் என்று 2 வால்யூம்களில் அது மொழிபெயர்க்கப்பட்டு தமிழில் அந்த புத்தகம் இருக்கிறது. அந்த புத்தகத்தில் பண்டிட் ஜவஹர்லால் நேரு எழுதுகிறார், உலகத்தில் மிகப்பெரிய தீவிரவாதி யார் என்றால் தார்த்தாரியர்கள். தார்த்தாரியர்கள் செய்த கொடுமை என்ன தெரியுமா? கல்வியை அழித்தார்கள், கல்வி ஸ்தாபனங்களை மூடினார்கள், புத்தகங்களை எல்லாம் கொண்டு போய் நைல் நதியில் போட்டு பாலமாக மாற்றினார்கள். அந்த கொடுமைக்காரர்கள் மிகப்பெரிய தீவிரவாதிகள். அவர்களை அடக்குவதற்கு யாராலும் முடியவில்லை. பின்னால் அந்த தார்த்தாரியர்களுடைய வழியில் வந்தவர், சுருக்கமாக சொல்கிறேன், தார்த்தாரியர்களுடைய வழியில் வந்தவர் தைமூர் துக்ளக்.
இந்த தைமூர் துக்ளக் என்ற மன்னர் ஒரு நாள் வேட்டையாடி அவர் சென்று கொண்டிருக்கிற பொழுது ஈரானுடைய பகுதியில் ஜமாலுத்தீன் ஈரானி என்ற மிகப்பெரிய ஒரு ஆலிமை சந்திக்கிறார். அந்த ஆலிமை சந்தித்து நீங்கள் யார் என்ன என்றெல்லாம் விசாரிக்கிற பொழுது நான் ஒரு ஆலிம் என்கிறார். அவரை கண்டு அவருடைய செயல்பாடுகள் சரியானதும் தைமூர் துக்ளக் சொன்னாராம், அடுத்து நான் தான் பதவியேற்கக்கூடிய இளவரசன், நான் பதவியேற்று விட்டால் நீங்கள் என்னிடத்தில் வாருங்கள், என்னை வந்து சந்திக்க வேண்டும் என்று சொல்லுகிறார். காலம் கடக்கிறது, தைமூர் துக்ளக் பதவியேற்கிறார். அருமையான சகோதரர்களே, நம்ம நேராயிட்டேன்னு கொஞ்சம் சங்கடப்பட வேண்டாம். நமக்கு இதுபோலுள்ள வாய்ப்புகள் அமைவது மிகப்பெரிய அபூர்வம். ஒரு நாள் கொஞ்ச நேரம் செல்வது என்பது நமக்கு சிறந்தது. இல்முக்காக வேண்டி ஒரு நாள் வாட்ஸ்அப் பார்த்தாலே நேரம் ஓடிடுது. அல்லாஹ் நம்மை பாதுகாப்பானாக. அப்பொழுது நம்ம நினைவுபடுத்துவோம், தைமூர் துக்ளக் மன்னராகிறார். அப்பொழுது ஜமாலுத்தீன் ஈரானி உயிரோடு இல்லை. அவருடைய மகன் வருகிறார். வந்து தைமூர் துக்ளக்கை சந்திக்க வருகிறார். மக்கள் விடமாட்டேன் என்கிறார்கள். நீ யார்? நான் ஒரு முஸ்லிம் என்று சொன்ன பொழுது நான் விடமாட்டேன் என்கிறார். யாரும் மறுக்கிறார்கள். மறுக்கிற பொழுது அந்த மன்னருடைய அரண்மனைக்கு பக்கத்தில் ஒரு இடத்தில் அமர்ந்து கொண்டு தொழுக ஆரம்பிக்கிறார்கள். முசல்லாவை விரிக்கிறார்கள். முசல்லாவை விரித்து தொழுக ஆரம்பிக்கிற பொழுது மக்ரிபு இஷா சுபுகெல்லாம் தொழுகிறார்கள். அப்பொழுது தைமூர் துக்ளக்கினுடைய விசாரிக்கிறார், நீங்கள் யார்? நானா ஜமாலுத்தீன் ஈரானி, உங்களுக்கு நினைவிருக்கிறதா? நீங்கள் எங்க வாப்பாவுக்கு ஒரு வாக்குறுதி கொடுத்திருந்தீர்களே, அந்த வாக்குறுதியின் அடிப்படையில் நான் வந்திருக்கிறேன் என்று சொன்னதும் இஸ்லாத்தை பற்றி கேட்கிறார். அனைத்தையும் விளங்குகிறார். ஜமாலுத்தீன் ஈரானி என்ற அந்த மிகப்பெரிய ஆலிமனுடைய மகனுக்கு முன்னால் தைமூர் துக்ளக் மண்டியிடுகிறார், இஸ்லாத்தை தழுவுகிறார். அவருடைய அமைச்சரவையில் இருக்கிற பிரதமர், மன்னர்கள் அனைவரும் இஸ்லாத்தை தழுவுகிறார்கள். அந்த பகுதி ஒரு காலகட்டத்தில் தீவிரவாதியினுடைய தலைவன், உலகத்திலேயே தீவிரவாதி என்று பண்டிட் ஜவஹர்லால் நேரு அவர்களால் வர்ணிக்கப்பட்ட அந்த மிகப்பெரிய தீவிரவாதிகளை மாற்றுவதற்கு ஒரு படை தளபதியாலோ ஒரு மன்னராலோ ஒரு வீரனாலோ முடியவில்லை, ஒரு ஆலிமால் முடிந்தது. அதனுடைய தொடர்பு என்ன தெரியுமா? தைமூர் துக்ளக் எந்த தார்த்தாரியர்கள் இஸ்லாத்தை எதிர்த்தார்களோ அவர்களுடைய பாரம்பரியத்தில் வந்தவர்கள் தான் முகலாய மன்னர்கள் என்பதை நமக்கு ஒரு ஆலிமனுடைய சேவை என்ற அடிப்படையில் சுட்டிக்காட்டுகிறார்கள். என்னுடைய பங்காக அல்லாஹ் எங்களுடைய പിള്ളേകളെയും ഇതുപോன்ற ആലിംകളാக ആക്കുവാനാണ്. ആമീൻ ആമീൻ. ഒരു കാര്യവും കൂടി സംഭവം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. അപ്പോൾ ലോകത്ത് പരിവർത്തനം സൃഷ്ടിച്ചത്, ദീനിൻ്റെ പ്രചാരം നടത്തിക്കുന്നത്, ദീനിൻ്റെ പതാകവാഹകരായി വർത്തിച്ചത് ആരാണ്? ആലിമീങ്ങളാണ്, ദീനി ആലിമീങ്ങളാണ്. ആലിമീങ്ങളെ എതിർക്കുന്നവർ, ഇലിമിനെ എതിർക്കുന്നവർ, ഇലിമിൻ്റെ സ്ഥാപനങ്ങളെ എതിർക്കുന്ന ഇസ്ലാമിൻ്റെ ശത്രുക്കളാണ്. എല്ലാ ഔലിയാക്കന്മാരും യഥാർത്ഥമായ സിദ്ധന്മാരും ആലിമീങ്ങളെ ആദരിക്കുന്നു, അംഗീകരിക്കുന്നു, ബഹുമാനിക്കുന്നു. വ്യാജസിദ്ധന്മാരും കള്ള ഔലിയാക്കന്മാരും ആലിമീങ്ങളെയും ശരീഅത്തിനെയും എതിർക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ബഹുമാനപ്പെട്ട അബൂ ദാവൂദ് എന്ന് പറയുന്ന മഹാനായ ഈ മുഹദ്ദിസിനെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഹദീസ് ലോകത്തെ മുടിച്ചൂടാമന്നനായ വലിയ പണ്ഡിതനാണ് അബൂ ദാവൂദ് തങ്ങളവറുകൾ. അബൂ ദാവൂദ് തങ്ങളുടെ സുനൻ എന്ന് പറയുന്ന സുനൻ അബൂ ദാവൂദ് പ്രസിദ്ധമാണ്. നമ്മുടെ എല്ലാ വിദ്യാർത്ഥികളും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഹദീസ് ഗ്രന്ഥങ്ങളുടെ ഗ്രന്ഥമാകുന്നു. ആ ഗ്രന്ഥത്തിൻ്റെ കർത്താവ് കൂടിയായ ബഹുമാനപ്പെട്ട അബൂ ദാവൂദ് തങ്ങളെ കാണാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ കാലത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഒരു വലിയും കറാമത്തിൻ്റെ ഉടമയും ആരിഫുമായിട്ടുള്ള ബഹുമാനപ്പെട്ട സഹ്ൽ ബിൻ അബ്ദുല്ലാഹി തുസ്തരി ഒരു ദിവസം വരികയുണ്ടായി. തൻ്റെ പടിവാതിക്കലെത്തിയപ്പോൾ ഖാദിം വേലക്കാരൻ വന്ന് പറഞ്ഞു, ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട്, സഹ്ൽ എന്ന് പറയുന്ന ആൾ പടിവാതിക്കൽ വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അബൂ ദാവൂദ് ചോദിച്ചു, ആരാണ്? സഹ്ൽ തുസ്തരിയാണോ എന്ന് ചോദിക്കണം. അതേ, സഹ്ൽ തുസ്തരിയാണെന്ന് പറഞ്ഞപ്പോൾ അബൂ ദാവൂദ് തങ്ങൾ ഓടി വന്ന് ആലിംഗനം ചെയ്ത് മഹാനവറുകളെ സ്വീകരിക്കുകയാണ്. അങ്ങോട്ട് എന്തിന് ഇങ്ങോട്ട് വന്നു? അബൂ ദാവൂദ് തങ്ങൾ ചോദിക്കുന്നു. അബൂ ദാവൂദ് തങ്ങൾ ഏത് നിലക്കും സഹ്ൽ തുസ്തരിയെ അങ്ങോട്ട് സന്ദർശിക്കാൻ തയ്യാറാണ്, സന്നദ്ധനാണ്. അത്രക്കും വലിയ ആരിഫും വലിയും കറാമത്തിൻ്റെ ഉടമയാണ് സഹ്ൽ ബിൻ അബ്ദുല്ലാഹി തുസ്തരി. അദ്ദേഹത്തോട് ചോദിക്കുന്നു, നിങ്ങൾ എന്തിന് ഇങ്ങോട്ട് വന്നോ? ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ.
അദ്ദേഹം പറഞ്ഞു, ലീ ഇലൈക ഹജ, എനിക്കൊരാവശ്യമുണ്ട്, ആവശ്യം നിങ്ങൾ നിറവേറ്റിത്തരണം, അതിനുവേണ്ടിയാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അബൂ ദാവൂദ് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ആവശ്യം നിങ്ങൾ നിറവേറ്റിത്തരുമെന്ന് ഉറപ്പ് നൽകിയാൽ, വാഗ്ദത്തം നൽകിയാൽ മാത്രമേ ഞാൻ എൻ്റെ ആവശ്യം പറയുകയുള്ളൂ. നിർബന്ധിതനായി ബഹുമാനപ്പെട്ട അബൂ ദാവൂദ് പറഞ്ഞു, നിങ്ങളുടെ ആവശ്യം ഞാൻ എന്നെക്കൊണ്ട് സാധിക്കുന്ന കാര്യമാണെങ്കിൽ ഞാൻ ആവശ്യം നിറവേറ്റിത്തരാം എന്ന് ബഹുമാനപ്പെട്ട അബൂ ദാവൂദ് തങ്ങൾ പറയുകയാണ്. അപ്പോൾ സഹീൽ തങ്ങൾ പറയുന്ന ആവശ്യം എന്താണ്? അഖ്രിജ് ലിസാനക അല്ലദീ ഹദ്ദസ ബിഹി അർ-റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ ഉഖബ്ബില, നിങ്ങളുടെ നാവ് ഒന്ന് നീട്ടിത്തരണം. എങ്ങനെയുള്ള നാവാണെന്നറിയാമോ? അല്ലദീ ഹദ്ദസ ബിഹി അർ-റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പവിത്രമായ നാവ് കൊണ്ട് നിങ്ങൾ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് പഠിക്കുകയും പഠിപ്പിക്കുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള സംശുദ്ധമായ, വിശുദ്ധമായ, പരിശുദ്ധമായ നിങ്ങളുടെ നാവ് അതൊന്ന് നീട്ടിത്തരണം. എന്തിന്? ഹത്താ ഉഖബ്ബില, എനിക്ക് ചുംബിക്കാൻ. സുബ്ഹാനല്ലാഹ്, സഹീൽ തങ്ങളുടെ കാല് ചുംബിക്കാൻ അബൂ ദാവൂദ് തങ്ങൾ തയ്യാറാണ്. അത്രയ്ക്കും വലിയ ഐരിഫും അത്രയും വലിയ വലിയും കറാമറ്റിൻ്റെ ഉടമയാണ് സഹീൽ തങ്ങൾ. എത്രത്തോളം എന്തറിയാമോ നിങ്ങൾക്ക്? സഹീൽ തങ്ങൾ തിന്നുന്നതോ കുടിക്കുന്നതോ ആരും കണ്ടിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരായ മഹാന്മാർ അവർ കൂടി ചർച്ച ചെയ്യുന്നു, ഇദ്ദേഹം തിന്നുന്നില്ല, കുടിക്കുന്നില്ല, നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. അപ്പോൾ ഒരാൾ പറഞ്ഞു, നമുക്കൊണ്ട് കണ്ടുപിടിക്കാൻ, ഞാൻ അദ്ദേഹത്തെ പിന്തുടരാമെന്ന് പറഞ്ഞു. രാവും പകലും അദ്ദേഹത്തെ പിന്തുടർന്നു. രാത്രിയായി ഒരു പള്ളിയിൽ നിസ്കരിക്കുകയാണ്. നിസ്കാരം കഴിഞ്ഞു, സുന്നത്ത് നിസ്കാരം കഴിഞ്ഞു, എല്ലാവരും പിരിഞ്ഞുപോയി. ഇദ്ദേഹം ഒളിച്ചിരുന്നു, അവിടെ ഒരു കാട്ടിൽ ഒളിച്ചിരുന്നു കാണാൻ വേണ്ടി. എന്താണ് സംഭവിക്കുന്നത്? സഹീൽ തങ്ങൾ നിസ്കാരം കഴിഞ്ഞ് വീണ്ടും നിസ്കാരം തുടരുകയാണ്. രാത്രിയിലെ നിസ്കാരം സലാത്തുൽ ലൈലി മസിന ഈ രണ്ടാണല്ലോ രാത്രിയിലെ സുന്നത്ത് നിസ്കാരം. അങ്ങനെ 2 റക്അത്ത് കഴിയുമ്പോൾ വീണ്ടും 2 അങ്ങനെ തുടരുകയാണ്. ബഹുമാനപ്പെട്ട സഹീൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി നിസ്കാരം തുടരുന്നു. അങ്ങനെ എല്ലാവരും ഉറക്കിൽ ആണ്ടുകഴിഞ്ഞ് പ്രകൃതി മുഴുവനും നിദ്രാലീനമായി കഴിഞ്ഞു. ആ സമയത്ത്, പാതിരാ സമയത്ത്, അതാ അങ്ങകലെ നിന്ന് ഒരു മൃഗം അടുത്തടുത്ത് വരുന്നു. നോക്കുമ്പോൾ ഒരു ആടാണ്. ആ ആട് അടുത്തടുത്ത് വന്നു. ആടിൻ്റെ കൊമ്പ് കൊണ്ട് വാതിലിന് മുട്ടുന്നു. സഹീൽ തങ്ങൾ സലാം വീട്ടി വരുന്നു. ഒരു പാത്രം അദ്ദേഹത്തിൻ്റെ കയ്യിൽ പിടിച്ച് അദ്ദേഹം വാതിൽ തുറക്കുന്നു. ആ ആടിനെ താലോലിച്ച് അതിനെ ആശീർവദിച്ച് അതിനോട് എന്തൊക്കെ സംസാരിക്കുന്നു. ആടിൻ്റെ അകട്ടിൽ നിന്ന് പാല് പാത്രത്തിലേക്ക് ചുരുത്തിയെടുത്ത് ആടിനെ ആശീർവദിച്ച് തലോടി ആടിനെ വിടുന്നു. വാതിലടക്കുന്നു, പാല് കുടിക്കുന്നു, വീണ്ടും നിസ്കാരം തുടരുന്നു. പിടികിട്ടി എങ്ങനെയാണ് അദ്ദേഹം ആഹാരം കഴിക്കുന്നത്. ബഹുമാനപ്പെട്ട മറിയം ബീവി അലൈഹിസ്സലാമിന് അള്ളാഹു ദിവ്യമായ ആഹാരം നൽകിയതുപോലെ, അദൃശ്യമായ ലോകത്തിന് ആഹാരം നൽകിയതുപോലെ, ബഹുമാനപ്പെട്ട ഖുബൈബ് റളിയല്ലാഹു അൻഹു ബന്ധനസ്ഥനായപ്പോൾ അദ്ദേഹത്തിന് അള്ളാഹു തആല അദൃശ്യമായ രീതിയിൽ ആഹാരം നൽകിയതുപോലെ, ബഹുമാനപ്പെട്ട സഹീൽ തങ്ങൾക്ക് അള്ളാഹു തആല അദൃശ്യമായ നിലയിൽ ദിവ്യമായ ആഹാരം നൽകിക്കൊണ്ടിരിക്കുകയാണെന്ന് ബോധ്യപ്പെട്ടു. ഇത്രയും വലിയ കറാമത്തിൻ്റെ ഉടമയായ സഹീൽ തങ്ങൾ അബൂ ദാവൂദ് തങ്ങളോട് പറയുന്നു, നിങ്ങളുടെ നാവ് ഒന്ന് നീട്ടിത്തരണം. നാവിൻ്റെ സവിശേഷത എന്താണ്? അതുകൊണ്ട് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് അങ്ങ് പഠിക്കുകയും പഠിപ്പിക്കുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആ നാവ് ഞാൻ ഹത്താ ഉഖബ്ബില, ഞാനൊന്ന് ചുംബിക്കട്ടെ. നിർബന്ധിതനായി ലംഘിക്കാൻ നിർവാഹമില്ല, വാക്ക് കൊടുത്തുപോയി നാവ് നീട്ടിക്കൊടുക്കുന്നു. സഹീൽ തങ്ങൾ ചുംബിക്കുന്നു. ഇങ്ങനെ എല്ലാ ഔലിയാക്കന്മാരും യഥാർത്ഥ സിദ്ധന്മാരും അതത് കാലത്തുള്ള ആലിമീങ്ങളെ അംഗീകരിച്ചതായി കാണാൻ സാധിക്കും. ആലിമിനെ ആര് തള്ളിപ്പറയുന്നുവോ, ശരീഅത്തിനെ ആര് തള്ളിപ്പറയുന്നോ, അവൻ വ്യാജസിദ്ധനാണ്, അവൻ അംഗീകരിക്കാൻ പാടില്ല എന്ന് പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ബിസ്മില്ലാഹ്. மற்றொரு அஜத்தினுடைய பயான அவங்க கிளாஸ்ன்னு சொல்லுவாங்க. அதை நான் யூடியூப்பில் போய் நிறைய டவுன்லோட் பண்ணி நான் கேட்குறது. பல சரித்திர நிகழ்வுகளை சுருக்கமாக அற்புதமாக தரக்கூடிய ஒரு அருமையான ஆற்றலை பெற்றவர்கள் அல்லாஹ் நீண்ட ஆயுளை கொடுப்பானாக. பொதுவாக ஆலிம்களை மதிப்பவர்கள் வலிமார்கள், ஆலிம்களை அங்கீகரிப்பவர்கள் நபிமார்கள், ஆலிம்களை ஏற்றுக்கொள்பவர்கள் ரசூல்மார்கள், ஆலிம்களை வேண்டாம் என்று சொல்பவர்கள் அல்லாஹுடைய எதிரிகள். இதை ஒரு சம்பவத்தின் மூலம் நான் உங்களுக்கு உணர்த்துகிறேன் என்று சொன்னார்கள். இமாம் அபூ தாவூத் ரலியல்லாஹு அன்ஹு, நீங்கள் கேள்விப்பட்டிருப்பீர்கள். புகாரி, முஸ்லிம், அபூ தாவூத் என்று நாம் கேள்விப்பட்டிருப்போம். அபூ தாவூத் என்ற கிரந்தத்தை எழுதிய மிகப்பெரிய மகான் அவர்களை சந்திப்பதற்காக வருகிறார்கள் சஹ்லு துஸ்தரி ரலியல்லாஹு தஆலா அன்ஹு.
சஹ்லு துஸ்தரி ரலியல்லாஹு அன்ஹு சாதாரண மனிதர் அல்ல, நமக்கு தெரியும், மிகப்பெரிய இறைநேசர். அவர்களை சந்திக்க வந்ததும் சஹ்லு துஸ்தரி ரலியல்லாஹு அன்ஹுடைய மாணவர்கள், கொஞ்சம் வெளியே நில்லுங்க, நாங்கள் உஸ்தாத் அனுமதி வாங்கிட்டு வருகிறோம் என்று அபூதாவூத் ரஹ்மத்துல்லாஹி அலைஹிடம் அனுமதி வாங்க வருகிறார்கள். அனுமதி வாங்க வந்ததும் கேட்டார்களாம், யார் வந்திருக்கிறார்? சஹில். சஹில் என்றால் சஹ்லு துஸ்தரியா, வர சொல்லுங்கள். அவர்கள் என்னை நோக்கியா ஓடிச் செல்கிறார்கள். சென்றதும் கேட்டார்களாம், நீங்க வர சொன்னா இந்த அபூதாவூத் வந்திருப்பேனே, நீங்கள் ஏன் என்னுடைய வீட்டை நோக்கி வர வேண்டும்? நான் உங்களை சந்திக்க வரலாமே என்று சொல்லி இடையில் ஒரு சம்பவத்தை சொல்கிறார்கள். சஹ்லு துஸ்தரி ரலியல்லாஹு அன்ஹு சாதாரணமானவர்கள் அல்ல. அவர்கள் உணவு உண்டதாகவோ தண்ணீர் குடித்ததாகவோ யாரும் பார்த்ததில்லை. எப்படி இபாதத் செய்கிறார்கள் என்பதை பார்ப்பதற்காக அவருடைய வீட்டில் திருடனை போல நுழைந்து மறைந்திருந்து சஹ்லு துஸ்தரி ரலியல்லாஹு அன்ஹு எதை சாப்பிடுகிறார்கள் என்று பார்ப்பதற்காக மறைந்திருக்கிறார்கள். இரவு நேரம் கை கட்டுகிறார்கள், தொழுகிறார்கள். 2 ரக்காத் முடிகிறது, அடுத்து 2 ரக்காத், இப்படியே தொழுது கொண்டிருக்கிறார்கள். இரவு நடுநிசி நேரமாகிறது. திடீரென்று கதவு வாசல் தட்டக்கூடிய சப்தம் போல கேட்கிறது. பார்க்கிற பொழுது ஆடு. அந்த ஆடு வந்து கதவை தட்டுகிறது. தட்டியதும் சஹ்லு துஸ்தரி ரலியல்லாஹு அன்ஹு வாசலை திறக்கிறார்கள். அந்த ஆட்டின் மடுவில் பால் சுரந்திருக்கிறது. அந்த பாலை கறக்கிறார்கள், குடிக்கிறார்கள், விளங்குகிறார்கள். மரியம் அலைஹிஸ்ஸலாத்து வஸ்ஸலாம் அவர்களுக்கு அல்லாஹ் உணவை கொடுத்ததை போல சஹ்லு துஸ்தரி ரலியல்லாஹு அன்ஹு அவர்களுக்கு அல்லாஹ் உணவை கொடுத்தான். அந்த சஹ்லு துஸ்தரி இமாம் அபூதாவூத் ரலியல்லாஹு அன்ஹுடைய இடத்திற்கு வந்திருக்கிறார்களே, நீங்க விரும்பியிருந்தா நான் உங்க இடத்துக்கு வருவேனே என்று கேட்ட பொழுது சஹ்லு துஸ்தரி ரலியல்லாஹு அன்ஹு அபூதாவூத் ரலியல்லாஹு அன்ஹு அவர்களை பார்த்து சொன்னார்களாம், நான் உங்களிடத்தில் ஒரு தேவையோடு வந்திருக்கிறேன், அந்த தேவையை நீங்கள் நிறைவேற்றுவீர்களா? நான் நிறைவேற்றுகிறேன் என்று சொன்னார்கள். இல்லை, நீங்கள் எனக்கு வாக்கு தர வேண்டும், எனக்கு உறுதி தர வேண்டும். வாக்கு தந்தால் மட்டும் நான் சொல்வேன், நிர்பந்தமா நான் வாக்கு தருகிறேன் என்று சொன்னதும் சஹ்லு துஸ்தரி ரலியல்லாஹு அன்ஹு அபூதாவூத் ரலியல்லாஹு அன்ஹுவை பார்த்து சொன்னார்களாம், அஹ்ரிஜ் லிசானக், உங்களுடைய நாவை நீட்டுங்கள், உகப்பிலுனி, அந்த நாவை நான் முத்தமிட வேண்டும். ஏன் தெரியுமா? நீங்கள் கண்மணி, நம் உயிரினும் மேலான முஹம்மது முஸ்தபா ஸல்லல்லாஹு அலைஹி வஸல்லம் அவர்களுடைய புனித ஹதீஸை இந்த நாவு மொழிகிறது, அந்த நாவை நான் முத்தமிட வேண்டும் என்று சொன்னதும் சஹ்லு துஸ்தரி ரலியல்லாஹு அன்ஹுக்கு முன்னால் அபூதாவூத் ரலியல்லாஹு அன்ஹு தோற்று போகிறார்கள். சஹ்லு துஸ்தரி ரலியல்லாஹு அன்ஹு மிகப்பெரிய வலி, மிகப்பெரிய ஞானவான், மிகப்பெரிய சூஃபி. அப்படி இருந்தும் கூட இமாம் அபூதாவூத் ரலியல்லாஹு அன்ஹுடைய நாவை கேட்கிறார்கள். கடைசியில் கொடுத்த வாக்குக்கு மாற்றம் செய்ய முடியாது என்று மிகப்பெரிய மகான் சஹ்லு துஸ்தரி ரலியல்லாஹு அன்ஹுக்கு முன்னால் தன் நாவை நீட்டுகிறார்கள். அபூதாவூத் ரலியல்லாஹு அன்ஹு, அபூதாவூத் என்ற மிகப்பெரிய ஹதீஸுக்கலை வல்லுனரின் நாவை சஹ்லு துஸ்தரி ரலியல்லாஹு அன்ஹு முத்தமிடுகிறார்கள் என்றால் இல்மை நேசிக்க வேண்டும், இல்மின் ஸ்தாபனங்களை நேசிக்க வேண்டும், இல்மை கொண்டு ஈடுபடுபவர்களை മര്യാദ செய்ய பழக வேண்டும் என்பதை விளக்குகிறார்கள். ഞാൻ നിർത്തുകയാണ്. നിർത്തുമ്പോൾ ബിരുദധാരികളോട്, ബിരുദവാഹകരായ ആളുകളോട് വസീയത്ത് ചെയ്യുന്നു, നിങ്ങൾ ഇപ്പോൾ പണ്ഡിതന്മാരായിട്ടില്ല, പണ്ഡിതന്മാരാകുവാനുള്ള, വിദ്യാർത്ഥികളാകുവാനുള്ള യോഗ്യതയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. ബിരുദം ലഭിച്ചതോടുകൂടി ഇനി നിങ്ങൾക്ക് ഇവിടുന്ന് തുടർ പഠനം നടത്തുവാനുള്ള യോഗ്യതയുണ്ട്. യഥാർത്ഥ വിദ്യാർത്ഥികളായി ഇനി നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് തുടർന്ന് പഠിക്കുകയും പഠിപ്പിക്കുകയും മുത്താല ചെയ്യുകയും ചെയ്യുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥ ആലിമികളാക്കുക. ദീനിൻ്റെ അന്തഃസത്ത മനസ്സിലാക്കാൻ ധാരാളം കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അതൊക്കെ ഇനി തുടർ പഠനം നടത്തണം. ഇൽമുമിനൽ മഹ്ദി ഇലൽ ലഹദ് എന്ന തൊട്ടിൽ മുതൽ ഖബർ വരെയാണ് പഠനം. എന്നെന്നും വിദ്യാർത്ഥികളായിരിക്കണം, പഠിച്ചുകൊണ്ടേയിരിക്കണം, പഠിപ്പിച്ചുകൊണ്ടേയിരിക്കണം. തികഞ്ഞു ഇൽമു കിട്ടി, സർട്ടിഫിക്കറ്റ് കിട്ടലോടുകൂടി ആലിമായി എല്ലാം തികഞ്ഞു എന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. പഠിച്ച ഇൽമനുസരിച്ച് പ്രവർത്തിക്കണം. അല്ലിൽമു ഇൽമുന്നിദ മസാനഹു അമലു. ഇൽമു എന്ന് പറയുന്നത് ഇൽമാകുന്നത് എപ്പോഴാണ്?
അമല് അതിനെ ചന്തം ചേർത്തുമ്പോഴാണ്. പഠിച്ച ഇൽമിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് ഇൽമ് ആകുന്നത്. പഠിച്ചത് പ്രാവർത്തികമാക്കുന്നവൻ മാത്രമാണ് ആലിം, യഥാർത്ഥമായിട്ടുള്ള ആലിം. അതുകൊണ്ട് നിങ്ങൾ പഠിച്ചത് പരിപോഷിപ്പിക്കുകയും വളർത്തുകയും ചെയ്യണം. പഠിച്ചതനുസരിച്ച് അമലി ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകം പറയുകയാണ്. മാത്രമല്ല പഠിപ്പിച്ച ഉസ്താദുമാരോട് എന്നൊന്നും കടപ്പാടുണ്ടാകണം. അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. ഈ സ്ഥാപനത്തിന് വേണ്ടി ദുആ ചെയ്യണം. ഇടയ്ക്കിടെ ഈ സ്ഥാപനത്തെ സന്ദർശിക്കണം, ഉസ്താദുമാരെ സന്ദർശിക്കണം. വിശിഷ്യ ഈ സ്ഥാപനത്തിൻ്റെ എല്ലാമായിട്ടുള്ള ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ, ഹദരത്ത് അവറുകളിൽ നിങ്ങൾ സന്ദർശിക്കണം. അവരുടെ ഉപദേശങ്ങൾ തേടിക്കൊണ്ടിരിക്കണം. പ്രധാന കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, വിവാഹമുണ്ടാകുമ്പോൾ, ആദ്യമായി ഒരു ശിശു പിറക്കുമ്പോൾ, അതുപോലെ തന്നെ ഒരു വീട് വെക്കുമ്പോൾ, ഇങ്ങനെ തുടങ്ങി ആദ്യമായിട്ട് ഹജ്ജിന് പോകുമ്പോൾ, ഇങ്ങനെയുള്ള പ്രധാന കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വന്ന് ഉസ്താദിൻ്റെ അഡ്വൈസ് തേടേണ്ടതാണ്. അതുപോലെ ഈ സ്ഥാപനത്തോട് എന്നൊന്നും കൂറു പുലർത്തണം. എപ്പോൾ യോഗം വിളിച്ചാലും, മീറ്റിംഗ് വിളിച്ചാലും, മഹൽദരികളുടെ യോഗം വിളിച്ചാലും തിരുതകൃതിയായി ഹാജരായി വേണ്ട എല്ലാ സഹായവും ശരീരം കൊണ്ടും വാക്കുകൊണ്ടും സമ്പത്ത് കൊണ്ടും പിന്തുണച്ചുകൊണ്ട് ഈ സ്ഥാപനത്തെ വളർത്താനും ഉയർത്താനും നിങ്ങളെല്ലാവരും സഹായിക്കണം. പ്രത്യേകിച്ച് ഇവിടെ സദസ്സിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ നാട്ടുകാരും ഈ സ്ഥാപനത്തിൻ്റെ ഗുണഭോക്താക്കളായ സകല ആളുകളും എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങൾക്ക് പിന്തുണ നൽകണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയും വസിയത്ത് ചെയ്യുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. നിങ്ങളുടെ മഹത്തായ സദസ്സിൽ പങ്കെടുത്ത് ദുആയിൽ പങ്കുചേരുവാൻ വേണ്ടിയും നിങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുവാൻ വേണ്ടിയുമാണ് വന്നിട്ടുള്ളത്. വളരെ കൂടുതൽ പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും രോഗങ്ങളുമുണ്ട്. എല്ലാം തരണം ചെയ്ത് ബഹുമാനപ്പെട്ട തങ്ങളവരുടെ വാക്ക് തട്ടാൻ പറ്റില്ല. നേരത്തെ ഒരു പരിപാടിക്ക് ഞാൻ ഇവിടെ വന്നിരുന്നു. അന്നൊരു സക്രിമത്തൊക്കെ എനിക്ക് നൽകി ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ. ബഹുമാനപ്പെട്ട തങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു അതൊക്കെ നടന്നിരുന്നത്. വേണ്ട എല്ലാവിധ സഹകരണവും സ്വീകരണവും നൽകി ആദരിച്ചു തങ്ങൾ വിടുകയുണ്ടായി. തങ്ങൾ ഇടയ്ക്ക് വന്നാൽ അവിടെ വന്നാൽ കാണാറുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങളെ തൈസീറുൽ ബൈലാവിയുടെ 1-ാം ഭാഗം എഴുതിയപ്പോൾ തങ്ങൾ പലപ്പോഴും കാണുമ്പോൾ എന്നോട് പറയും തൈസീറിൻ്റെ ബാക്കി ഭാഗവും എഴുതണമെന്ന്. തങ്ങളുടെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട്, നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് അൽഹംദുലില്ലാ തൈസീർ 2-ാം ഭാഗത്തിൻ്റെ പണി തസ്ഹീൽ ബൈലാവിയുടെ 2-ാം വാള്യത്തിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്. തങ്ങളാണ് അതിൻ്റെ കാരണക്കാരൻ തുടങ്ങാൻ. അല്ലാഹു തആല മഹാനവറുകൾക്ക് ബറക്കത്ത് ഏറ്റി കൊടുക്കുമാറാകട്ടെ, ഇസ്സത്ത് വർദ്ധിപ്പിക്കുമാറാകട്ടെ. ഈ സ്ഥാപനം നല്ല നിലക്ക് ഇവിടെ തന്നെ നിന്ന് പ്രവർത്തിച്ച് ബഹുമാനപ്പെട്ട കേന്ദ്രസ്ഥാൻ്റെ തുടർച്ചയിൽ ഈ മഹത്തായ സ്ഥാപനം ദീർഘകാലം വളർത്തിക്കൊണ്ടുപോകുവാൻ അനേക പണ്ഡിതന്മാരെ വാർത്തെടുക്കുവാനും അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. മഹാനവറുകളുടെ ആയുഷ്കാലത്തിലും ആരോഗ്യത്തിലും കുടുംബത്തിലും അള്ളാഹു ബറക്കത്ത് ചൊരിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم إن ذنوبنا قد علوت وجلت وأنت علم وجل فافعل بنا ما أنت أهل ولا تفعل بنا ما نحن أهل فإنك أهل التقوى وأهل المغفرة وولي الخيرات في الدنيا والآخرة اللهم حسن عاقبتنا في الأمور كلها وأجرنا من خزي الدنيا وعذاب الآخرة ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما اللهم توفنا مسلمين وألحقنا بالصالحين اللهم اغفر لنا وارحمنا ولوالدينا اللهم اغفر لنا وارحمنا ولوالدينا ولإخوتنا ولأخواتنا ولسائر أقربائنا ولأساتذتنا ولتلاميذنا ولأحبائنا ولأعواننا ولأصحابنا ولأصدقائنا ولمن لهم حق علينا ولجميع أمة محمد صلى الله عليه وسلم ولجميع المسلمين اللهم ارحمنا وارحم من ذكرنا جميعا بأنواع رحمتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين بحق اللهم صل على محمد والآل والصحبه وسلم اللهم صل على محمد والآل والصحبه وسلم اللهم صل على محمد والآل والصحبه وسلم. அருமையானவர்களே, எனக்கு பட்டமளிப்பு உரைன்னு ஒன்று உண்டு. அது கட்டாயமாக நிகழ்த்த வேண்டியது. அது இந்த டிரான்ஸ்லேட்டனே பட்டமளிப்பு உரையாக ஆக்கிக் கொள்கிறேன். இப்பொழுது நிறைவாக பட்டம் வாங்கக்கூடிய அருமையான பிள்ளைகளுக்கு சில அறிவுரைகள். அருமையானவர்களே, நீங்கள் இப்பொழுது சனது வாங்கி இருக்கிறீர்கள் என்றால் அதனுடைய பொருள் என்ன தெரியுமா? நீங்கள் இல்மை படித்தவர்கள் அல்ல, படிக்க தொடங்கி இருக்கிறீர்கள் என்பதுதான் பொருள். எனவே இதோடு நிறுத்தி விடாதீர்கள், தொடருங்கள். உங்களுடைய கல்வி பணியை தொடர்ந்து கொண்டே இருங்கள்.
கல்வி என்பது ஒரு மிகப்பெரிய கடல். அந்த கடலில் முங்கிக் கொண்டிருங்கள். உஸ்தாதுக்கு அவருக்கு இன்ஷா அல்லாஹ் முத்தபல்லிന് പോവാൻ വേണ്ടി റെഡിയായിരിക്കുന്നുണ്ട്. முத்தபல்லிന് வேண்டி இன்ஷா அல்லாஹ். அதே போன்று இன்னொரு விஷயத்தை மிக தெளிவாக உங்களுக்கு சொல்லி காட்டினார்கள். இல்ம் என்பது அதை கொண்டு அமல் செய்ய வேண்டும். படித்ததின்படி நீங்கள் வாழ வேண்டும். இது அல்லாஹுடைய இல்மு, இது நூறானியத்தான இல்மு. இந்த இல்மை படித்து கொண்டு இந்த இல்முக்கு மாற்றமாக நடப்பது என்பது அது இல்மல்ல. இந்த இல்மு பிரகாசமாக மாற வேண்டும் என்றால் படித்த கல்வியின்படி நீங்கள் உங்கள் வாழ்க்கையை நடத்தி கொள்ள வேண்டும் என்று இரண்டாவது உபதேசம். அதை என்னுடைய உபதேசமாகவும் உங்களிடத்தில் சமர்ப்பிக்கிறேன். மூன்றாவது ஒன்று சொன்னார்கள், படித்து இங்கிருந்து பட்டம் பெற்று செல்கிறீர்கள். நீங்களெல்லாம் எங்கள் பிள்ளைகள், நீங்களெல்லாம் இங்கே இருக்கக்கூடிய நிர்வாகிகளுடைய அருமை பிள்ளைகள், நீங்களெல்லாம் காயல் மாநகரத்தினுடைய குத்துபுல் அக்தாபை நேசிக்கக்கூடியவர்களுடைய பிள்ளைகள். எனவே இந்த ஸ்தாபனத்தை மறந்து விடாதீர்கள். இந்த ஸ்தாபனத்தோடு இடையிடையே தொடர்பு வைத்துக் கொள்ளுங்கள். உஸ்தாது சொன்னதற்காக நான் நினைவுபடுத்துகிறேன். உங்களுடைய திருமண நிகழ்வுகள் வருகிற பொழுது, உங்களுக்கு முதல் குழந்தையை அல்லாஹ் தருகிற பொழுது, முதலில் நீங்கள் ஹஜ்ஜுக்கு செல்கிற பொழுது, நீங்கள் ஒரு வீடு கட்டுகிற பொழுது அல்லாஹ் இவைகளை எல்லாம் நிரப்பமாக தந்துவிட்டான் என்பது பொருள். உஸ்தாதுடைய வாயால் வந்துவிட்டது. நல்ல வாழ்க்கைகள் கிடைக்கிற பொழுது, இந்த மஹலராவிற்காக வேண்டி மஜ்லிஸுல் மஹலரியின் சார்பாக உங்களுக்கு அழைப்பு விடுகிற பொழுது, இந்த நான் உன்னை கூட சேர்த்துக்கிறேன், கந்தூரிக்காக வேண்டி அழைப்பு விடுகிற பொழுது, இது உங்கள் தாய் வீடு, இது உங்களுடைய தாய் வீடு. எனவே இந்த தாய் வீட்டோடு தொடர்பு வைத்துக் கொள்ளுங்கள். நிர்வாக பெருமக்களோடு தொடர்பு வைத்துக் கொள்ளுங்கள். உஸ்தாதுமார்களை மறந்து விடாதீர்கள். உஸ்தாதுமார்களுக்காக துஆ செய்யுங்கள். நிறைவாக உஸ்தாத் அவர்கள் ஒரு வார்த்தை சொன்னார்கள், அல்லாஹ் நீண்ட ஆயுளை கொடுப்பானாக. நீண்ட காலமாக எங்களுக்கு தஸ்ஹீருல் பைலாவியினுடைய 2வது வால்யூம் தேவை. 1வது வால்யூமை வைத்து நான் பைலாவி நடத்துவேன், மிக சஹில். அந்த வால்யூம் முடித்தாலே எங்களுக்கு கஷ்டம். ஷேகுசாதாவை எடுக்க வேண்டியது இருக்கிறது, ஹஷியத்து ஷிஹாபை எடுக்க வேண்டியிருக்கிறது. இவைகளெல்லாம் எடுத்து பார்த்தால் கூட பல பக்கங்கள் எங்கே பார்ப்பதற்கு நேரம். உஸ்தாது ஒரு வாக்கு தந்து விட்டார்கள், நான் தஸ்ஹீலை 2வது பாகம் எழுதத் தொடங்கிவிட்டேன். அதற்கு நானும் ஒரு காரணம். உஸ்தாதனுடைய வீட்டுக்கு போய் உஸ்தாதனுடைய வீட்டில் டீ குடித்து உஸ்தாதனுடைய வீட்டில் உணவருந்தியவன் நான். உஸ்தாதோடு ஒன்றாக அமர்ந்தவன். ஒரு நாள் டீ குடிக்கிற பொழுது வேண்டுகோள் வைத்தேன், தஸ்ஹீருல் பைலாவியினுடைய 2வது வால்யூமை தாருங்கள் என்றேன். இப்பொழுது நான் தொடங்கிவிட்டேன். அதற்கு தங்களை நீங்களும் ஒரு காரணம்னு என்னையும் வைத்து விட்டார்கள். அல்லாஹ் ரப்புல் ஆலமீன் நீண்ட ஆயுளை கொடுப்பானாக. நாங்கள்லாம் இந்த பயான் பண்ணுறாள், அதெல்லாம் கூட மக்களிடத்தில் நிற்காது. இந்த கிரந்தங்கள் இருக்கிறதே, இது காலாகாலம் நிற்கும். எனக்காக துஆ செய்யுங்கள். கடுமையான சில நோய்களினால், சில சிரமங்களினால் இவ்வளோ நீண்ட பயணமெல்லாம் உஸ்தாது செய்ய முடியாது. அதுலேயும் உஸ்தாதை வைத்து பேசக்கூடாது. உஸ்தாது 2nd கிளாஸ் ஏசி டிக்கெட் எடுத்திருப்பாங்கன்னு நான் நினைக்கிறேன். 1st கிளாஸ் எடுக்கணும்னு நாங்கள் விரும்பினோம். உஸ்தாத் 3rd ஏசி எடுத்து வந்திருக்கிறா. வீண் செலவை விரும்பாத ஒரு மகான். நான் தான் இப்பொழுது வற்புறுத்தி சொன்னேன், ஃப்ளைட்டில் வாங்க என்று சொன்னேன். நாங்கள் அதை பார்த்து கொள்கிறோம் என்றோம். இப்போ திரும்ப போகிறதற்கு ஃப்ளைட் போட்டிருந்தார்கள், ஃப்ளைட் கேன்சல். டிக்கெட் கிட்டியோ டிக்கெட் இப்போ 2வது ட்ரெயினில் டிக்கெட் போட்டிருக்கிறார்கள். காயல் பட்டணத்தோடு இருக்கிற ஒரு மஹப்பத். அவங்க என்ன ஒரு காரணமாக்குனாங்க, நான் எல்லாம் காரணம் இல்லை. நம்முடைய காயல் பதி அது ஷரஹினுடைய புலிகள், சதக்கத்துல்லா அப்பா, நாதாக்கள், சஹாபாக்களுடைய காலடிபட்ட இடம். எனவே நான் உங்களை சந்திப்பதற்காக இவ்வளவு சிரமத்தோடு வந்தேன். மாணவர்களாகிய நீங்களும் நிர்வாக பெருமக்கள் எல்லோரும் எனக்காக துஆ செய்யுங்கள் என்று வேண்டினோம். எனக்கு ஒரு மிகுந்த மன சந்தோஷம் என்ன தெரியுமா, ஏன் ஹஸரத்து நம்ம ஊரில் எங்கேயாவது ஒரு ஆலிம் இல்லையா, அவங்கள கூப்பிட்டு வந்து பட்டம் கொடுத்திருக்கலாமே என்றெல்லாம் என் காதுகளுக்கு செய்தி வந்தது. எல்லோருக்கும் ஒரு மனநிறைவு இருக்கும் என்று நான் நிறைவாக நினைக்கிறேன். அல்லாஹ் ஹதரத் அவர்களை பொருந்திக் கொள்வானாக, நிறைவாக்கி கொள்வானாக. நிறைய மகளிர்கள் வந்திருக்கிறார்கள், மூத்த மகளிர்கள் எல்லாம் இருக்கிறார்கள். எல்லோருக்கும் உஸ்தாது துஆ செய்யணும் என்று நான் வேண்டுதல் வைத்து நிறைவுபடுத்துகிறேன். வாஹிரு தாவானான் அல்ஹம்துலில்லாஹி ரப்பில் ஆலமீன். என்னுடைய பட்டமளிப்பு உரையும் நிறைவு பெற்றுவிட்டது.